സാംസ്കാരിക പ്രവർത്തകനായിരുന്ന NKA ലത്തീഫിന്റെ അനുസ്മരണ യോഗം കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലത്തീഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ ചടങ്ങിൽ എഴുത്തുകാരനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ കായംകുളം യൂനുസിനെ ലത്തീഫ് സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. കൊച്ചിയുടെ സാംസ്കാരിക മുഖമായിരുന്ന NKA ലത്തീഫിന്റെ അനുസ്മരണ യോഗം കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പിന്നീട് വന്ന ആളുകൾക്ക് ആ വലിപ്പം ഇല്ല എന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങളുടെ ആളുടെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ തലത്തിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. കാലത്തിൽ ഒരുപാട് മാറ്റുന്നുണ്ട്. അന്നത്തെ സാഹചര്യങ്ങൾ മാറി. അന്നത്തെ പ്രയാസങ്ങളിലല്ല ഞങ്ങൾ എല്ലാവരും വളർന്നു വന്നത്. ഞങ്ങൾ കുറെ കൂടി ഒരു എളുപ്പമായിട്ടുള്ള ഒരു ലോകത്തിലൂടെ വളർന്നു വന്നു എന്ന പ്രത്യേകത ഞങ്ങൾക്ക് ലഭിച്ചു. എഴുത്തുകാരനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ കായംകുളം യൂനുസിന് ലത്തീഫ് സ്മാരക പുരസ്കാരം കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനുമായിരുന്ന ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് സമ്മാനിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ NKM ഷെരീഫ് അധ്യക്ഷനായി. മൗലാന ആസാദ് ലൈബ്രറി വനിതാവേദി ചെയർപേഴ്സൺ A. സുമയ്യ പ്രശസ്തി പത്രം സമർപ്പിച്ചു. അഡ്വക്കേറ്റ് PK സജീവൻ, ഖദീജ സെയ്ദ് മുഹമ്മദ്, MM സലീം, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, സാബിറ ജബ്ബാർ, മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു. സുനിത ഫൈസൽ ലത്തീഫ് അനുസ്മരണ കാവ്യം ആലപിച്ചു. ലത്തീഫിന്റെ രേഖാചിത്രം ആർട്ടിസ്റ്റ് PM സഗീർ വരച്ചത് ശ്രദ്ധേയമായി. സാഹിത്യ ക്യൂസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൊച്ചിയിലെ സ്കൂൾ ലൈബ്രറികൾക്കുള്ള ലത്തീഫിന്റെ 2 കൃതികളും വേദിയിൽ വിതരണം ചെയ്തു. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകൻ പ്രൊഫസർ അമ്പലപ്പുഴ ഗോപകുമാർ നിര്യാതനായി. ബഹുമാനപ്പെട്ട ലത്തീഫയുടെ വേർപാട് അതിനേക്കാൾ ഏറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇടയിൽ ഇന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.